നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ എന്താ നിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് അമ്മയെ കണ്ടതിന്റെ സന്തോഷം. ഏയ് കരയാതിരിക്കെ, ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ, സങ്കടപ്പെടേണ്ട സമയമാണോ? എന്റെ ശ്രീദേവി, ഇത് നിന്റെ മോളുടെ ഒരു നമ്പറല്ലേ? എന്തിന്? അതെ, നമ്മളെങ്ങാനും എന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമെന്ന് പേടിച്ച് അഡ്വാൻസായി ഒരു കരച്ചിൽ അഭിനയിച്ചതായത് അല്ലടി മോളെ. എത്ര കരഞ്ഞു കാണിച്ചാലും ഞാനാ പരാതി പറയും. എന്നാലും നിനക്കെന്നോടൊന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാ മാലിനി ആരെയും വിളിക്കാതിരുന്നത്. വേറൊന്നും കൊണ്ടല്ല അങ്കിളെ, പലവട്ടം ഞങ്ങളിങ്ങനെ വിശേഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട്. അതൊക്കെ വെറുതെ ആയി പോയില്ലേ? അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങള് ധൈര്യമായിട്ടിരിക്കെ. ഇത്തവണ ഞങ്ങൾ ഉറപ്പിച്ചു, ഞാനും ശ്രീദേവിയും അപ്പൂപ്പനും അമ്മുമ്മയും ആകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. അല്ല, ഇന്നലെ മുതൽ അവള് വിളിച്ചിട്ട് സുന്ദരി ഫോൺ എടുക്കുന്നില്ലല്ലോ. അവളെവിടെ പോയി? സുന്ദരി ഇവിടെ ഇല്ലേ അമ്മ? സുന്ദരി മോളെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കുക. മോളെയും കൊണ്ട് സ്കൂളിൽ പോയെന്നു? എന്തിന്? വേറൊന്നുമല്ല, സ്കൂൾ ബസ്സിലല്ലല്ലോ മോള് പോകുന്നത്, ഓട്ടോയിൽ കൊണ്ടാക്കല്ലേ. ഇന്ന് സുന്ദരി കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു, കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അതിപ്പോ മണി 11 ഈ നേരമായിട്ടും കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചെത്തിയില്ലേ? അത് സുന്ദരി അവിടുന്ന് ശരത് സാറിന്റെ കൂടെ എവിടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ശരത്തിന്റെ കൂടെയോ? എവിടെ പോവാൻ? അത് അവളുടെ ജോലിക്കാരത്തിന് വേണ്ടിയ ശ്രീദേവി. പല ഓഫീസുകളിലും കയറി ഇറങ്ങി നടക്കുകയല്ലേ ഇപ്പോ. മഴമോളാണെങ്കി അവക്കൊരു കൂട്ടുമായി. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും, ചിലപ്പോ വൈകുമായിരിക്കും. ഇന്ന് പാടം നിറയെ പണിക്ക് ആളെ നിർത്തിയിട്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്. അമ്മ ഇന്നലെ വിളിച്ച് ഈ വിഷയം പറഞ്ഞപ്പോ തന്നെ വരാൻ തീരുമാനിച്ചതാ. എന്ന് കരുതി പണി മാറ്റി വയ്ക്കാൻ കഴിയില്ലല്ലോ. എന്നാ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് വരാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇറങ്ങിയതാ. ഇപ്പൊ ഇത്ര ധൃതി കാണിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. വന്നതുകൊണ്ട് നീ അത് പറയും, വന്നില്ലെങ്കിലോ അതൊരു പരാതിയാവും. പരാതിയുടെ കാര്യമൊന്നും അല്ലല്ലോ. ഇവക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടി അരികിലെത്തി ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ഒരു മോഹം തോന്നിയതാ. അതാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോന്നത്. അപ്പൊ പാടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ ഉള്ളത്? തൽക്കാലം ആ രാജേഷിനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. വൈകുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് തിരിച്ചത്. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ പോവോ? പിന്നെ പോവാതെ? നീ വിഷമിക്കണ്ട മോളെ. പോയാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് 2 ദിവസത്തിനകം ഞങ്ങൾ ഇങ്ങ് തിരിച്ചെത്തിക്കോളാം. എന്താ, അതുപോരെ? അല്ലട വിനീതേ, ഈ സുന്ദരി വരാൻ ഒരുപാട് ലേറ്റ് ആവും. അറിയില്ല അങ്കിളെ, അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ അല്ലേ, ആർക്കറിയാം അതിന്റെ സമയം കാലമൊക്കെ. ഇവിടം വരെ വന്നിട്ട് സുന്ദരി ഒന്ന് കാണാതെ പോകുന്ന എങ്ങനെയാ? എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
പറ്റിയാ ഒന്ന് വന്നിട്ട് പോവാൻ പറയാലോ. മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ലമ്മ. ചെറിയൊരു മനം പുരട്ടൽ മാത്രമേ ഉള്ളൂ. അതൊന്നും സാരാക്കണ്ട. എന്തായാലും നല്ല റെസ്റ്റ് എടുക്കണം കേട്ടോ. ആവശ്യമില്ലാത്ത ടെൻഷനും ദേഷ്യവും ഒക്കെ കളയും വേണം. ഛെ, സുന്ദരിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് സാരമില്ല, സുന്ദരി ഇനി വരുമ്പോ വേണേലും കാണാലോ. വാ അങ്കിൾ ഇരിക്കേ. ദൈവമ്മ ഇരിക്കേ. വാ മോളെ ഇരിക്ക, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നിങ്ങൾ സംസാരിക്ക, ഞാൻ ഇപ്പൊ വരാം. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാവേ. അതല്ലേ മോളെ ഞാൻ നിന്നോട് പറഞ്ഞത്. കൃഷ്ണന് ശ്രീദേവി ഇവിടെ ഉണ്ട്. വേറെ ആര്? നിന്റെ അമ്മായിയമ്മ തന്നെ ഈ പണി ഒപ്പിച്ചത്. മാലിനിക്ക് വിശേഷം ഉണ്ടെന്ന് ഇന്നലെ തന്നെ ശ്രീദേവിയെ വിളിച്ചു പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിക്കാതിരിക്കൂ? ഇവിടം വരെ വന്ന കൃഷ്ണ നിന്നെ കാണാതെ തിരികെ പോകുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ഭാഗ്യത്തിന് നിന്നെ വിളിച്ചപ്പോ കിട്ടിയില്ല അവന്. കിട്ടിയിരുന്നെങ്കില് നീ എന്തു പറയുമായിരുന്നു? അതാണല്ലോ പ്രശ്നം. ഇപ്പൊ കൃഷ്ണനെ ശ്രീദേവിയും കൂടി ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ട ആശുപത്രി ഒരു കുരുക്ഷേത്രമാവും. മിക്കവാറും അവിടെ വെച്ച് കാർത്തിക്കിനെ കൃഷ്ണൻ കൊല്ലും. തൽക്കാലം നീ മോളെ സ്കൂളിലാക്കാൻ പോയേക്കാന്ന് അവിടുന്ന് ശരത്തിന്റെ കൂടെ ഏതോ ജോലിക്കാരുമായിട്ട് പോയേക്കുവാന്നാ ഞാൻ കൃഷ്ണനോട് പറഞ്ഞത്. ഭാഗ്യത്തിന് ലക്ഷ്മി കയറി ഇടംകോല ഇട്ടില്ല, അല്ലെങ്കിൽ അതും പൊളിഞ്ഞേനെ. ദേ പാടത്ത് പണിക്കാരെ നിർത്തിയിട്ടാ കൃഷ്ണൻ വന്നേക്കുന്നത്. നീ ഇവിടം വരെ ഒന്ന് വന്നാ അപ്പൊ തന്നെ കൃഷ്ണന് ശ്രീദേവി ഇറങ്ങും. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. മോൾ ആശുപത്രിയിലല്ലേ? ആ പ്രത്യേകിച്ച് കാര്യമൊന്നും കാണില്ലെന്നേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ വൃത്തികെട്ടവൻ വെളിയിൽ കാവലിരിപ്പുണ്ടല്ലോ. തൽക്കാലം അവൻ നോക്കട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക് സുന്ദരി. നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. നീ വന്നാലേ കൃഷ്ണൻ ഇവിടുന്ന് പോവൂ. അധിക നേരം അവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. ലക്ഷ്മി എന്തെങ്കിലും പൊട്ടും പൊടിയും പറഞ്ഞു കൊടുത്ത് അവസാനം സാക്കലത് നശിപ്പിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ ഒന്ന് വന്നിട്ട് പോ. ആ ശരി ശരി, വച്ച് താമസിപ്പിക്കല്ലേ. ഇപ്പൊ തന്നെ ഇറങ്ങ. വന്നിട്ട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ നീ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയ്ക്കോ. കൂടെ അവരെ ഇറങ്ങിക്കോളൂ. അത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ, കേട്ടല്ലോ. ആ എന്നാ വേഗം ഇറങ്ങാൻ നോക്ക്. എന്റെ ഭഗവതി.